എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം പറയുന്നത് ഒരു പയ്യൻ്റെ ഡീറ്റെയിൽസാണ്. ബിജു എന്നാണ് പേര്. 34 വയസ്സുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. ജാതി മതം പ്രശ്നമില്ല, യാതൊരു വിധത്തിലുള്ള ഡിമാൻഡില്ല. ഇവർ ക്രിസ്ത്യൻ വിഭാഗത്തിലാണ്. പാലക്കാട് ജില്ലയിലാണ് വീട് വരുന്നത്. ഇവരുടെ നമ്പർ 95 44 19 47 80. ഈ നമ്പറാണ്. താല്പര്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. പയ്യൻ കാണാൻ നല്ല പയ്യനാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അവർ തിരികെ റിപ്ലൈ തരുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 26 വയസ്സുണ്ട്. ഡിഗ്രിയാണ്. ആയുർവേദ നേഴ്സായിട്ട് ജോലി ചെയ്യാണ്. പാലക്കാട് ജില്ലയിലാണ് വീട്. ചോതി നക്ഷത്രമാണ്. അവർക്ക് ജാതി, വിദ്യാഭ്യാസം, ജോലി അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നല്ല സ്വഭാവമുള്ള ഒരാളായാൽ മതി എന്നാണ്. സാധാരണക്കാരാണ്, അതിനാൽ സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നായർ യുവതി, 32 വയസ്സ്, ഉത്രാടം നക്ഷത്രം, തൃശ്ശൂർ ജില്ലയിലാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. അക്കൗണ്ടൻ്റായിട്ട് പ്രൈവറ്റായി ജോലി ചെയ്യുന്നുണ്ട്. ഇവർ ഇടത്തരക്കാരാണ്. ഇടത്തരത്തിൽപ്പെട്ട ആളുകളുടെ ആലോചന മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഇവർ വീട് വരുന്നത്. അടുത്തതൊരു നായർ യുവതിയാണ്. 22 വയസ്സാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. എറണാകുളം ജില്ലയിലാണ്. മകീരം നക്ഷത്രമാണ്. സാധാരണക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞത് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ്. അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 24 വയസ്സുണ്ട്. ഉത്രട്ടാതി നക്ഷത്രമാണ്. പാലക്കാട് ജില്ലയിലാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. ഇവർ സാധാരണക്കാരാണ്. അപ്പോൾ സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട യുവതിയാണ്. പെന്തക്കോസ്ത് വിഭാഗത്തിലാണ്. രാഖി എന്നാണ് പേര്. 30 വയസ്സ്. സഭ ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ്. +2 ആണ്. ഒരു കമ്പനിയിൽ ജോലിയുണ്ട്. സാധാരണക്കാരാണ്. സാധാരണക്കാരുടെ ആലോചനയാണ് നോക്കുന്നത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ഈഴവ യുവതിയാണ്. 45 വയസ്സുണ്ട്. ആദ്യ വിവാഹമാണ്. പുനർവിവാഹം ആവാമെന്ന് പറയുന്നുണ്ട്. തിരുവാതിര നക്ഷത്രം. TDC ആണ് ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ കുട്ടികളുള്ള പുനർവിവാഹം ആയാലും നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. പാലക്കാട് ജില്ലയിലാണ്. ജാതി ജില്ലയൊക്കെ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ജാതി ഏതായാലും നോക്കാം. നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 32 വയസ്സുണ്ട്. പുനർവിവാഹമാണ്. കുട്ടികളില്ല. ചോതി നക്ഷത്രമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. എറണാകുളം ജില്ലയാണ്. ജില്ലാ ജോലി പ്രശ്നമില്ല. ഒരു ഇടത്തരക്കാരുടെ ആലോചനയാണ് അവർ നോക്കുന്നത്. നല്ല സ്വഭാവമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 28 വയസ്സ്. തൃശ്ശൂർ ജില്ലയിലാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. അശ്വതി നക്ഷത്രമാണ്. സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. അവർ സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ മതി എന്നാണ് അവർ പറയുന്നത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 38 വയസ്സുണ്ട്. ആദ്യ വിവാഹമാണ്. കുട്ടികളുള്ള പുനർവിവാഹമായാലും നോക്കാം. അപ്പോൾ ഒരു ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. ഇടത്തരക്കാരാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഒരു ഇടത്തരക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഹിന്ദു യുവതിയാണ്. 31 വയസ്സുണ്ട്. ഡിഗ്രിയാണ്. മലപ്പുറം ജില്ലയിലാണ്. ജാതി മതം ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. നല്ല സ്വഭാവം വേണം. നമ്മളെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാവണം എന്നൊക്കെയാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇവർ സാധാരണക്കാരാണ്, സാധാരണ ആളുകൾ മതിയെന്ന് പറയുന്നുണ്ട്. അടുത്തതൊരു നായർ യുവതിയാണ്, 34 വയസ്സുണ്ട്, തൃശ്ശൂർ ജില്ലയിലാണ്, പ്രൈവറ്റ് ജോലിയുണ്ട്. ജില്ലാ ജോലി ഏതായാലും നല്ല സ്വഭാവമുള്ള ആൾക്കാരാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്, 40 വയസ്സ്, ആദ്യ വിവാഹമാണ്. കുട്ടികളുള്ള പുനർവിവാഹം ആയാലും നോക്കാം എന്ന് പറയുന്നുണ്ട്. നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കണം, അവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും പറ്റുന്ന ഒരാളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു നായർ യുവതിയാണ്, 53 വയസ്സുണ്ട്, വയനാട് ജില്ലയിലാണ്. ഇവരെയൊക്കെ ദത്ത് നിൽക്കാവുന്നതാണ്. സാധാരണക്കാരാണ്, സാമ്പത്തികം അധികമൊന്നുമില്ല, സ്വന്തമായിട്ട് ചെറിയ വീടുണ്ട്. അപ്പോൾ അവിടെ താമസിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളായ ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്, 45 വയസ്സുണ്ട്, ആദ്യ വിവാഹമാണ്. അവർ കുട്ടികളുള്ള ബാധ്യതയുള്ള പുനർവിവാഹം ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇവരെ വീട് കാസർഗോഡ് ജില്ലയിലാണ്. വലിയ സാമ്പത്തികമൊന്നുമില്ല, ഒരു സാധാരണക്കാരാണ്. അപ്പോൾ അവർ പറയുന്നത് കുഞ്ഞിപ്പോൾ കൂലിപ്പണിക്കാരോ അങ്ങനെ ആരായാലും കുഴപ്പമില്ല, നല്ല സ്വഭാവമുള്ള ആളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീട് കാസർഗോഡ് ജില്ലയാണ്. പിന്നെ ജില്ലാ ജോലിയൊന്നും അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ഡീറ്റെയിൽസാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.